1, 2, 3. Hello everyone, welcome back to my YouTube channel. So നമ്മൾ മൂന്നുപേരും കൂടെ സുന്ദാന്റിയും അമ്മയും കൂടെ കൊച്ചിയിൽ എത്തിയേക്കാണ്. എന്തിനാണ് എത്തിയേക്കുന്നത് നമ്മൾ എപ്പോൾ പറയും? ഇപ്പൊ പറയുന്നില്ല കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു സർപ്രൈസ്. അതെ, ഒരു സർപ്രൈസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇവർ രണ്ടുപേരും കൊച്ചിയിലേക്ക് എത്തിയേക്കുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഞങ്ങളുണ്ടല്ലോ, അമ്മ ആലോചിച്ചിട്ട് ഞങ്ങളുണ്ടല്ലോ. പറ. ചിന്നുവിന്റെ ഇത്തിരി ഷൂട്ടൊക്കെ ഉണ്ട്, അതിന് ചിന്നുവിന്റെ കൂടെ ഞങ്ങൾ പോകും. പിന്നെ നമുക്കും ഇത്തിരി അല്ലേ, അത് ഞങ്ങൾ പിന്നെ ഒരു പെട്ടെന്നൊരു പ്ലാൻ ചെയ്തൊരു പരിപാടി സംഭവമാണ്. അപ്പോൾ അതിന്റെ എന്താണെന്ന് കറക്റ്റ് ഉള്ളത് നമ്മൾ പിന്നെ പറയുന്നതായിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ എവിടെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബോൾഗാട്ടി പാലസിന്റെ ഐലൻഡ് റിസോർട്ടിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് നമ്മൾ ഇന്ന് അവിടെ ആയിരിക്കും സ്റ്റേ അല്ലേ. നമ്മൾ മൂന്നുപേരും കൂടെ ഗേൾസ് ഡേ ഔട്ട് ആൻഡ് നൈറ്റ് ഔട്ട് ആണ്. സോ നമ്മൾ മൂന്നുപേരും കൂടെ അവിടെ പോയി അവിടുത്തെ പരിപാടികളൊക്കെ കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പണികൾ ചെയ്ത് തീർക്കാനുണ്ട്. ആ പണികളും ചെയ്ത് തീർത്തിട്ട് ഫൈനലി നിങ്ങളോട് എന്താണ് സർപ്രൈസ് എന്നുള്ളത് പറയും. പക്ഷെ നിങ്ങളൊന്ന് ഗസ് ചെയ്യാൻ നോക്കല്ലേ, ഇവരോട് ഗസ് ചെയ്യാൻ പറയാം. എന്നാലും ഇവ രണ്ടുപേരും നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവ രണ്ടുപേരും എന്തായിരിക്കും? ഇവ രണ്ടുപേരുടെ ഒരു വൈബ് വെച്ചിട്ട് എന്തായിരിക്കും തോന്നുന്നു? അപ്പൊ അതെന്താ നിങ്ങൾ ഗസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ 1 o'clock ചെക്ക് ഇൻ. നമ്മൾ ഇതുവരെ ചെക്ക് ഇൻ ചെയ്തിട്ടില്ല. ഇപ്പൊ സമയം എത്ര? 12 മണി. അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി അവിടെയാണ് നമ്മൾ മൂന്നുപേരും കൂടെ ഇന്ന് ചില്ലിങ്. അപ്പൊ നമുക്ക് ഇന്ന് അവിടേക്ക് പോവാം അല്ലേ? അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്. കണ്ടോ, അത് നമ്മൾ ആദ്യം കാണിച്ചെന്ന് വെച്ചാൽ 3 പേർക്ക് ഒരേ മോതിരുണ്ട്. കണ്ടോ, അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. 3 പേർക്ക് ഒരേ മോതിരുണ്ട്. മറ്റേ അവഞ്ചേഴ്സ് ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പോവാം. ബൈ. നോക്ക്, ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്. ഇതാ നമ്മൾ ഇത്രയും ബാഗ്, ഇവിടെ വേറൊരു സൂട്ട് കേസ്, എന്റെയിലും വേറൊരു ബാഗ് ഉണ്ട്. എല്ലാം കൊണ്ടും ഫുൾ റെഡി ആയിട്ട് നമ്മൾ പോകണല്ലേ അമ്മ? കീ, നമ്മുടെ കാർ കീ. അമ്മ അത് പറഞ്ഞില്ല, എങ്ങനെ ഉണ്ടായിരുന്നു സുന്ദാന്റി കാറിൽ ഇന്നലെ? എല്ലാം ഞാൻ പൈസ കൊടുത്ത് പറയിപ്പിക്കുന്ന കേസ്. ഇരിക്കാം. അതെന്റെ കൂളിംഗ് ഗ്ലാസ് അല്ല, അത് ആക്ച്വലി അമൽ ചേട്ടന്റെ ഷെയ്ഡ്സാ. അത് ഞാൻ എന്റെ എടുക്കാം. ലാപ്ടോപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. കണ്ടോ, ഇത്രയും സാധനങ്ങളുണ്ട്. സുന്ദാന്റിന്റെ മൂക്കിൽ ഒരു കുരു വന്നിട്ടുണ്ട്. സാരല്ല, നമുക്ക് പോവാം. ഓക്കെ, നമ്മൾ ഓരോന്നായി എടുത്ത് വെക്കുകയാണ്. സുന്ദാന്റി ടു ദ ഡ്യൂട്ടി. ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആണ് കേട്ടോ. നേരെയാണ് ഇടുന്നത്. നേരെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കിട്ടും. അപ്പോൾ നമ്മൾ ഭയങ്കര ചൂടാണ്. ചൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അപ്പം നമുക്ക് അമ്മ ഇപ്പം അവിടെ പോയേക്കാണ്. നമ്മുടെ കാറിലിങ്ങനെ ഫോൺ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം തപ്പിപ്പോയതാണ്. സോ അമ്മ ഇപ്പം പോകുമ്പോൾ സുന്ദാനിയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണത്. നമുക്ക് ഇവിടെ എത്ര ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക്? എനിക്ക് 1 അരമണിക്കൂർ എന്തോളം തോന്നുന്നു അങ്ങോട്ടേക്ക്. എങ്ങനെയുണ്ട് ഗൈസ്? കാർ എനിക്ക് ഇഷ്ടപ്പെട്ടു, സുന്ദാനിക്ക് ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഹൈലൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം എന്താ വെച്ചാൽ ഇതിന്റെ സ്റ്റിയറിംഗ് ആണ്. ലോഗോ കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സ്റ്റിയറിംഗിന്റെ ഇവിടെ രസമില്ലേ, എന്തോ ഒരു ഭംഗിയുണ്ട്. ടാറ്റയുടെ ഇത് കാണുന്നതാണ്. അപ്പൊ നമുക്ക് പോവാം. അമ്മേനെ പോയി അവിടെ നിന്ന് കൂട്ടാം. അമ്മ അവിടെ എന്തോ ഒരു ആക്സസറി മേടിക്കാൻ പോയേക്കാണ്. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളിപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നതിൻ്റെ അകത്തൊരു കഥ പറയാൻ കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വണ്ടി, സുന്ദരി വരക്കുള്ള കുഴപ്പമില്ല, ഞാൻ ആദ്യമായിട്ട് വണ്ടി എടുത്ത ദിവസം ഇവിടെ കൊച്ചിയിലെത്തിയിട്ട് ആദ്യമായിട്ട് പെട്രോൾ അടിക്കാൻ പോകും വണ്ടിക്ക്. അപ്പോഴത്തേക്കാണ് പെട്രോൾ അടിക്കുന്ന ചേട്ടനോട് ചോദിച്ചു, പുതിയ വണ്ടിയാണ്, ഈ കവറൊക്കെ കണ്ടിട്ട് പുതിയ വണ്ടിയാണെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ പറഞ്ഞ ചേട്ടാ പുതിയ വണ്ടി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ആയിട്ട് പെട്രോൾ അടിക്കുന്നതല്ലേ, ദൈവം അനുഗ്രഹിക്കട്ടെ, നന്നായിട്ടൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എക്സ്ട്രാ പെട്രോൾ അടിച്ചതെന്ന്. ഒത്തിരി അല്ല, ഒരു 1350 അങ്ങനെ എന്തോന്ന് അടിച്ചത്. 1000 ഞാൻ പറഞ്ഞത്, പക്ഷെ 1050 രൂപയ്ക്കാണ് അവര് തന്നത്. മൊത്തം 1050 രൂപ ഫ്രീ അല്ല, അങ്ങനെയല്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടും ജസ്റ്റർ തോന്നി. ഭയങ്കര നല്ലൊരു മനുഷ്യനായിരുന്നു. ഇവിടെ തന്നെ ഉള്ളൊരു പാലാരിവട്ടം ആ ഒരു ഭാഗത്തേക്കുള്ള ഒരു ചേട്ടനാ, ഒരു പെട്രോൾ പമ്പിലുള്ള ഭയങ്കര നല്ലൊരു ചേട്ടനായിരുന്നു. അപ്പം ആ കഥ പറയാൻ വേണ്ടി വന്നേ. ഓക്കെ, നമ്മൾ എത്തി നമ്മൾ കയറാം. അതിന്റെ റൈറ്റ് സൈഡിൽ ഏതാ ഉള്ളത്? ഹയത്ത്.
ഗ്രാൻഡ് ഹയാത്ത്. ഇവിടെ ഉള്ളവർക്ക്, കൊച്ചിയിലുള്ളവർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. എന്നാലും നമുക്ക് ഒന്നുകൂടെ പറയാം. അയ്യോ, ഗോൾഫ് ക്ലബും അല്ലേ, നല്ല വലിയ ഗോൾഫ് ക്ലബ്ബ്. നമുക്ക് കളിക്കാനൊന്നും അറിയില്ല, പക്ഷെ വേണമെങ്കിൽ നോക്കിയിരിക്കാം അല്ലേ. പിന്നെന്താണ്, നിക്ക്, അതാ അവിടെയല്ല നമ്മൾ നിൽക്കാം. അതാണ് നമ്മുടെ ബോൾഗാട്ടി പാലസ് ആൻഡ് ഐലൻഡ് റിസോർട്ട്. ഓക്കെ, അമ്മയുടെ പച്ചപ്പ് ഹരിതാപകരമായിട്ടുള്ള വീഡിയോഗ്രാഫിയാണ്. ഒരു വൂഫി നിൽക്കുന്നു ഇവിടെ. എടാ മാരടാ, തണ്ണിമത്തനും ചിക്കൻ ചിന്നുവിന്റെ സ്വന്തം കേറ്. ഞങ്ങള് രണ്ടുപേരെയും കൊണ്ട് ബോൾഗാട്ടിയിലോട്ട് പോവുകയാണ്. ഗേറ്റ് നമ്പർ 2 നിർത്തിക്കോ. ഗേറ്റ് നമ്പർ 2 നിർത്തിക്കോ. 2. നല്ല രസമുണ്ടല്ലേ കാണാൻ? നല്ല രസം. നല്ല ഭംഗിയിലാണ് ഇവരെല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇഷ്ടപ്പെട്ടു. നമ്മൾ എവിടുന്ന് പൊളിക്കാം. റിസപ്ഷൻ റൈറ്റ് നമുക്ക് പോയിട്ട് നോക്കാം. ഓക്കേ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ഗൈസ്. അപ്പൊ അമ്മ റിസപ്ഷനിൽ പോയി ചോദിക്കാൻ പോയതാണ് ഇവിടെ കാർ എവിടെ പാർക്ക് ചെയ്യണം എന്നുള്ള. ഞാനും സുന്ദാലിയും കൂടെ ഇങ്ങനെ ചില്ലിങ് ലൈഫാണ്. നമ്മൾ രണ്ടുപേരും കൂടെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുവാണ്. അപ്പൊ അമ്മ വന്നിട്ട് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഞാൻ ആദ്യമായിട്ട് ആക്ച്വലി ഇവിടെ ബോൾഗാട്ടി താമസിക്കാൻ വരുന്നത് കേട്ടോ, ഇതുവരെ വന്നിട്ടില്ല. അപ്പം സൈഡിൽ കടലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറെ ഫോട്ടോ ഒക്കെ അങ്ങോട്ട് എടുക്കണം. അപ്പൊ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് കണ്ടു മുകളിലാണ് റൂം. ഇപ്പം റൂമിലെത്തിയിട്ടുണ്ട്. അമ്മ നിൽക്കുന്ന സുന്ദാൻറ്റി ഗോൾഫ് ക്ലബിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ കയറി. ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് എടുത്താലും. ഭയങ്കര യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ക്ഷീണത്തില്ല. കാരണം നമ്മൾ കുറെ ട്രാവൽ ചെയ്തതിന്റെ ക്ഷീണത്തിലാണ്. സോ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോകും. ഫുഡ് കഴിക്കണ്ടേ? എന്താ ഫുഡ് കഴിക്കണ്ടേ സുന്ദാൻറ്റി? എന്താ ഫുഡ് കഴിക്കണ്ടേ? തിരക്കില്ല. ബിരിയാണിയാണോ കഴിക്കാൻ തോന്നണേ? ഇവിടെ തൊട്ടടുത്ത റഹ്മാനിയ. പോയി കഴിക്കുന്നതിനെക്കാട്ടും നല്ല നമുക്ക് ഓർഡർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ട്രാഫിക് ആയിരിക്കും. നമുക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടില്ല. ഇരിക്കാൻ സീറ്റ് കിട്ടുന്നതിനെക്കാട്ടും നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടില്ല. അതാണ് മെയിൻ. നമുക്ക് നോക്കി നോക്കാം എന്താ ചെയ്യുന്നത്. ആദ്യം നമുക്ക് കുറച്ച് പരിപാടികളുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ആ പരിപാടികൾ എന്താന്നൊക്കെ ഉള്ളത് നമുക്ക് റെഡിയാക്കി ചെയ്യാം. അപ്പത്തേക്ക് 3 പേരും കൂടെ നോക്കിയ 2 പേരെയും സാരിയൊക്കെ ഉടുത്ത് നോക്കമ്മ. സാരിയൊക്കെ ഉടുത്തത് സുന്ദാമി റെഡിയായി. എന്താണ് പരിപാടിയും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പരിപാടി? വാട്ട് ഈസ് ദ പരിപാടി? എന്താണ് പരിപാടി ഒന്നും ഇല്ല. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഞങ്ങള് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാന്ന് ഓർത്തിട്ട് അമ്മ ഫുൾ റെഡി ആയിരിക്കുന്നതാണ്. അപ്പം കണ്ടില്ലേ? അതെ കണ്ടില്ലേ? നമ്മള് നല്ലൊരു ഗ്രീൻ സാരിയും നല്ല ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് നല്ല ഗ്രീൻ പൊട്ടും തൊട്ട് ഫുൾ റെഡി ആയിട്ടിരിക്കുകയാണ്. കണ്ടോ? സുന്ദാൻറ്റി അപ്പത്തേക്കും ഓടി അങ്ങോട്ടേക്ക് പോയി. നമുക്ക് സുന്ദാനെ എടുത്തിട്ട് ഒന്ന് വേഗം പോവാം. സുന്ദാൻറ്റി ആണെങ്കിലും കണ്ടല്ലോ നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് നല്ല കമ്മലും മാലയൊക്കെ നല്ല രസം ഇട്ടാ കാണാൻ. ഇതൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. റെഡി? സോ നമുക്ക് പുറത്ത് പോയി നമുക്കൊന്ന് പുറത്ത് പോയിട്ട് ഫോട്ടോ. എന്താ വിദൂരതയിലേക്ക് നോക്കിയിരിക്കുന്നു. പുറത്തേക്ക് പോയി നമുക്ക് പുറത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യാം അല്ലേ? ക്ലബ് കൊച്ചിൻ നമുക്ക് പുറത്തേക്ക് പോയി ഫോട്ടോ ഒക്കെ എടുത്താലോ? പച്ചപ്പും ഹരിതാപവും നിറച്ചു പോയിട്ട് ഫോട്ടോ എടുക്കാൻ പോവാം. പൊതുവെ എന്നെയും കൊണ്ടാണ് ഫോട്ടോഷൂട്ടിനൊക്കെ ഇവര് പോവാറ്. പക്ഷെ ഇപ്രാവശ്യം തിരിച്ചിട്ടാ. ഇവരെയും കൊണ്ട് ഞാനാണ് ഫോട്ടോഷൂട്ടിനൊക്കെ പോകുന്നത്, ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നല്ല എസ്തെറ്റിക് ആയിട്ടുള്ള നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് പോയിട്ട് നോക്കാം, ഫോട്ടോ ഒക്കെ എടുക്കാം. ചുമ്മാ രസം. റെഡിയായി 2 പേരും.
ഒന്ന് പോസ് ചെയ്ത് നോക്കട്ടെ. അമ്മയുടെ ആറ്റിറ്റ്യൂഡാണോ അത്? വേണ്ടട്ടാ, ശരി, നമുക്ക് നോക്കെടുക്കാം. ഇങ്ങോട്ട് വരുമ്പോഴാണ് നല്ല ലൈറ്റ് ഉള്ളത്. ഓക്കെ ഓക്കെ, അമ്മയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടണമെങ്കിൽ നമുക്ക് വൈകുന്നേരം വേറെ ഇവിടുന്ന് ഇപ്പൊ നല്ല ലൈറ്റ് ഉണ്ട്. കാണിച്ചാൽ എത്ര ലൈറ്റ് വരുന്നത്? ഇത്ര ലൈറ്റ് വരും ഇതിലിടാനാ. നല്ല കട്ടിയുള്ള ഹാക്ക്. അതും ഒരു സ്റ്റൈല്. ഇപ്പൊ ഇങ്ങനത്തെ ആണല്ലോ ആക്സസറീസ് ഒക്കെ, ഹെയർ ആക്സസറീസ് ഒക്കെ. അപ്പൊ ഞാനീ പറയുന്നൊക്കെ ഇതിന്റെ അകത്ത് വന്നില്ലേ? ഓക്കെ, റെഡി അല്ലേ? കൈവണ്ണ ഇല്ല, കൈവണ്ണ അറിയുന്നില്ല. അതാ ഞാൻ എന്റെ മോളെ എന്ത് രസമാണ് കാണാന്ന് പറയാൻ പറ്റൂല കേട്ടോ സ്ഥലമൊക്കെ. അമ്മയുടെ പ്രകൃതി രമണീയമായ വീഡിയോ എടുക്കലാണ് ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ട് ആസ്വദിക്കണം കേട്ടോ. അപ്പോൾ അമ്മ അവിടെ ഇരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മൾ നേരെ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. റഹ്മാനിയ നല്ല ബിരിയാണിയും അതുപോലെ തന്നെ നമ്മുടെ ഹാജി അലിയിൽ നിന്ന് ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഓർഡറും ഏകദേശം ഒരേ സമയത്ത് വന്നതുകൊണ്ട് തന്നെ പിന്നെ കയറി ഇറങ്ങേണ്ട ആവശ്യം വന്നില്ല. ഒരൊറ്റ ഇറക്കിൽ ഞാൻ സുന്ദാമ ഫുഡ് എടുക്കുന്ന സമയം കൊണ്ട് അമ്മ നേരെ റൂമിൽ പോയിട്ട് പ്ലേറ്റ് ഒക്കെ റെഡിയാക്കി ഫുൾ സെറ്റ് ആക്കിയിട്ട് ഇതേ ഫുഡ് കഴിക്കാൻ റെഡി എന്നുള്ള രീതിയിലായിരുന്നു. റഹ്മാനിയെന്ന് ബിരിയാണിയും ജ്യൂസാണ് മേടിച്ചേക്കുന്നത്. അപ്പം നമുക്ക് പോകാം. നമ്മൾ ഹാജിയരിയിൽ നിന്നാണ് ജ്യൂസ് മേടിച്ചത്. ഒരു ടെൻഡർ കോക്കനട്ട് ഷേക്ക് നോക്ക്. ടെൻഡർ കോക്കനട്ട് ഷേക്കും നമ്മൾ ഗ്രൂപ്പ് ജ്യൂസും ഗ്രേപ്പ് ജ്യൂസാണ് മേടിച്ചത്. നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ അമ്മ പറഞ്ഞ് പെട്ടെന്ന് പ്ലേറ്റ് കൂടി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം, കഴിക്കാം. ഫുഡ് കഴിക്കാം. ഭക്ഷണം വന്നോ? ബിരിയാണി വന്നോ? രണ്ടും വന്നു. ഓക്കെ, കുറിച്ചോട്ടെ. ബൈ ആയില്ല. സുന്ദാന്റെ ഈ റെഡ് ഡ്രസ്സ് മാറിയിട്ട് ഇനി അമ്മ നോക്ക്, അമ്മയെ റെഡ് ഡ്രസ്സാണ്. ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടതല്ല എന്നാണ് പറയുന്നത് അല്ലേ? എനിക്കറിയത്തില്ല നിങ്ങളുടെ കാര്യം ആയതുകൊണ്ട്. രണ്ടുപേരും തീരുമാനിച്ചിട്ടതല്ലെന്നാണ് പറയുന്നത്. നമുക്കത് വീട്ടിലിടുന്ന സാധനം തീരുമാനിച്ചിട്ടതല്ല. അറിയാണ്ട് ട്വിന്നായിപ്പോ. ഇവരെപ്പോഴും ഇങ്ങനെയാണ്, അറിയാണ്ട് ഇങ്ങനെ ട്വിന്നായിപ്പോ. സ്കൂളിൽ ഇങ്ങനെ തന്നെയാണ്, അറിയാണ്ട് ഇങ്ങനെ ട്വിന്നായിപ്പോ. എന്താന്ന് അറിയത്തില്ല. അപ്പൊ നമ്മുടെ ബിരിയാണി എത്തി. നമ്മൾ ബിരിയാണി പൊട്ടിച്ചിട്ട് നമുക്ക് കഴിക്കാം അല്ലേ? അമ്മ പൊട്ടിക്കോ, നോക്കട്ടെ. നല്ല റഹ്മാനിയയിലെ ബിരിയാണിയാണ്. കിടക്കുന്ന കണ്ടോ? കടപ്പ് കണ്ടോ? പ്ലേറ്റ് ഒക്കെ കിട്ടി. KTDC. ഓക്കെ, എടുക്കൂ. അത് നല്ല പുളിയിഞ്ചി പോലത്തെ ഒരു അച്ചാറാണ്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ സാലഡും ഉണ്ട്. മറ്റേതെന്താ തുറക്കാത്ത? നമുക്കില്ലാണ്ട് പോയതാണ്. അതെടുക്കാം. നമുക്കില്ലാണ്ട് പോയത് എന്താണെന്നറിയോ? എന്താണ്? കത്രിക എന്തിനാ? ഇതെല്ലാം കണ്ടോ? അതെല്ലാം ഇങ്ങനെ അത് സെലോട്ടേപ്പ് കൈ വെച്ചെടുത്താൽ മതി, കുഴപ്പമില്ല. ടിഷ്യൂവിന്റെ മുകളിലൊക്കെ വെച്ച് ഇത് എത്ര സമയം എടുക്കുന്നത്? വേഗം വേഗം. ഇവിടെ വീണ് കഴിഞ്ഞാലോ? ആ ഷേക്കും കൂടെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. സുന്ദാഞ്ചി വരുമ്പോൾ എടുക്കാൻ പറയാം. ഓക്കെ, പച്ച പൊട്ടും ചുമന്ന ഡ്രസ്സും. പൊട്ട് മാറ്റാൻ പോകും. എനിക്ക് പൊട്ട് പറയാനുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നന്നായില്ലേ? ഇടമ്മ വേഗം. കൈ കൊണ്ടിട്ടോ. എന്താ നമ്മളല്ലേ? ഇട്ടോ കണ്ടോ? എല്ലാവർക്കും ഒരേ മോതിരം. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കാണാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്
അല്ലേ? പക്ഷെ കോഴിക്കോടിനെ വെട്ടിക്കാൻ പറ്റില്ല ഗൈസ്. ആര് പറഞ്ഞാലും ഞാൻ പറയും കോഴിക്കോട് വെട്ടിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടുത്തെ നല്ലൊരു ബിരിയാണിയാണ്. ഇതാ ജസ്റ്റ് ഒരു പീസ് എടുത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കൊള്ളാലേ? സുന്ദാൻറ്റി ആ ഷേക്ക് എടുത്തോണ്ട് വരുമോ 2 എണ്ണം? നമുക്കിവിടെ വെക്കാം, ഇവിടെ വെക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഒരു ചെറിയൊരു നാപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ എന്താണ് ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് സാരി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കളർ സാരി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓർമ്മയുണ്ടോ? എവിടെയെങ്കിലും? ഇത് അമ്മ കൊടുത്ത സാരിയാണ്. അമ്മ എപ്പോൾ കൊടുത്താണ്? പൊഞ്ചിയുടെ എൻഗേജ്മെന്റിന് കൊടുത്ത പീക്കോ കളർ സാരിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഉടുക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ കൂടെ നല്ല ആഭരണമൊക്കെ ഇട്ടിട്ട് വേണം നമുക്ക് റെഡി ആവാൻ. സോ നമുക്ക് പോയിട്ട് റെഡി ആവാം. റെഡി ആയതിനു ശേഷം ഞാൻ വരുന്നതായിരിക്കും.